നമസ്കാരം. ആഹ് ഇന്നത്തെ ക്ലാസ് മുതൽ കേരള ബഡ്ജറ്റ് മാനുവലിന്റെ ക്ലാസ്സുകളാണ്. നമുക്ക് നേരിട്ട് ക്ലാസ്സുകളിലേക്ക് കടക്കാം. ബഡ്ജറ്റ് എന്ന് പറയുന്നത് ശരിക്കും അത് നിയമസഭയിൽ അവതരിപ്പിക്കുന്നതിനുള്ള വാർഷിക സാമ്പത്തിക പ്രസ്താവനയാണ്. അതായത് ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ആണ് ബഡ്ജറ്റ്. ഇന്ത്യൻ ഭരണഘടനയുടെ 202 വകുപ്പ് അനുസരിച്ച് ഓരോ സാമ്പത്തിക വർഷവും സംസ്ഥാനത്തെ വാർഷിക വരുമാനത്തിൻ്റെയും ചെലവിൻ്റെയും ഒരു മതിപ്പ് സ്റ്റേറ്റ്മെന്റ് നിയമസഭയുടെ മുമ്പിൽ അവതരിപ്പിക്കേണ്ടതാണ്. ഇതിനെയാണ് നമ്മൾ ബഡ്ജറ്റ് എന്ന് പറയുന്നത്. ഇനി ബഡ്ജറ്ററി സൈക്കിൾ എന്ന് പറയുന്ന ഒന്നുണ്ട്. അതിൽ കുറേ ഘട്ടങ്ങളുണ്ട്. ഈ ബഡ്ജറ്ററി സൈക്കിളിൽ ആദ്യത്തെ ഘട്ടം എന്ന് പറയുന്നത് പ്രിപ്പറേഷൻ ഓഫ് ദ ബഡ്ജറ്റ് ആണ്. അതായത് ബഡ്ജറ്റ് തയ്യാറാക്കൽ. അതിനുള്ള മുന്നൊരുക്കങ്ങൾ നടത്തിയിട്ടാണ് ഈ ബഡ്ജറ്റ് തയ്യാറാക്കുന്നത്. അതിനു വേണ്ടിയിട്ട് എല്ലാ വർഷവും ജൂലൈ മാസം അടുത്ത സാമ്പത്തിക വർഷത്തേക്കുള്ള വരുമാനത്തിൻ്റെയും ചെലവുകളുടെയും അടങ്കൽ തുക, അതായത് എസ്റ്റിമേറ്റഡ് കോസ്റ്റ് തയ്യാറാക്കി സമർപ്പിക്കണമെന്ന് എല്ലാ വകുപ്പ് അധ്യക്ഷന്മാരോടും എസ്റ്റിമേറ്റ് തയ്യാറാക്കുന്നതിനുള്ള മറ്റുദ്യോഗസ്ഥരോടും ആവശ്യപ്പെട്ടുകൊണ്ട് ധനകാര്യ വകുപ്പിന്റെ ബജറ്റ് വിഭാഗം ഒരു സർക്കുലർ അയക്കും. അത് ഓരോ വകുപ്പിനും അയക്കും. ആ ഓരോ വകുപ്പിൽ നിന്ന് ലഭിക്കുന്ന ഒരു എസ്റ്റിമേറ്റഡ് കോസ്റ്റ്, അത് ശമ്പളം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലെ ഒരു ഏകദേശ ചെലവ്, പ്രതീക്ഷിക്കുന്ന ചെലവും എന്തെങ്കിലും വരവുകളുണ്ട് അതെല്ലാം കാണിച്ചുകൊണ്ടുള്ള ഒരു എസ്റ്റിമേറ്റഡ് കോസ്റ്റ് ആണ് നമ്മൾ തയ്യാറാക്കാനാണ് എല്ലാ വകുപ്പ് അധ്യക്ഷന്മാരോടും ആവശ്യപ്പെടുന്നത്. അത് ജൂലൈ മാസം തുടങ്ങും ശരിക്കും. ഇനി രണ്ടാമത്തെ ഘട്ടം എന്ന് പറയുന്നത് അതെല്ലാം കഴിഞ്ഞ് ബഡ്ജറ്റ് പാസ്സാക്കലാണ്. ബഡ്ജറ്ററി സൈക്കിളിലെ അടുത്ത ഘട്ടമാണ് ബഡ്ജറ്റ് പാസ്സാക്കൽ. അത് സാധാരണഗതിയിൽ ഫെബ്രുവരി മാസമോ അല്ലെങ്കിൽ മാർച്ച് 1, 2 അങ്ങനെ ഉള്ള ഒരു ഡേറ്റിലാണ് ബജറ്റ് ധനകാര്യമന്ത്രി നിയമസഭയിൽ അവതരിപ്പിക്കുക. ബജറ്റ് നിയമസഭയിൽ അവതരിപ്പിക്കുന്നത് ധനകാര്യ വകുപ്പ് മന്ത്രിയാണ്. അപ്പോൾ അത് അവതരിപ്പിച്ചു കഴിഞ്ഞാൽ ആദ്യമായിട്ട് ബജറ്റിനെ കുറിച്ച് ഒരു പൊതു ചർച്ച നടത്തും. അതിൻ്റെ ആ ചർച്ചയുടെ അവസാനത്തിൽ ധനകാര്യമന്ത്രി അതിന് മറുപടി പറയും. പിന്നെ അത് കഴിഞ്ഞ് ഡിമാൻഡ്സ് ഫോർ ഗ്രാൻസ്, അതായത് ധനാഭ്യർത്ഥനകൾ വിശദമായിട്ട് പരിഗണിക്കും, വോട്ടിനിടുകയും ചെയ്യും. ഈ ധനാഭ്യർത്ഥന എന്ന് പറയുന്നത് ആ വർഷം ഒരു പ്രത്യേക സേവനത്തിന് ഒരു നിശ്ചിത തുക അനുവദിക്കണമെന്ന് നിയമസഭയോടുള്ള എക്സിക്യൂട്ടീവിന്റെ അഭ്യർത്ഥനയാണ് ശരിക്കും ഈ ധനാഭ്യർത്ഥന എന്ന് പറയുന്നത്. ഒരിക്കൽ കൂടി ഞാൻ പറയാം, ഇമ്പോർട്ടൻ്റ് ആണത്. അതായത് ഒരു പ്രത്യേക സേവനത്തിന് ഈ വർഷം, ആ വർഷത്തെ കാര്യമാണ്, വരാനിരിക്കുന്ന വർഷം ഒരു പ്രത്യേക സേവനത്തിന് ഒരു നിശ്ചിത തുക അനുവദിക്കണമെന്ന് നിയമസഭയോടുള്ള എക്സിക്യൂട്ടീവിന്റെ അഭ്യർത്ഥനയാണ് ശരിക്കും ഈ ധനാഭ്യർത്ഥന എന്ന് പറയുന്നത്. അതിനുശേഷം ധനാഭ്യർത്ഥന അവതരിപ്പിച്ചതിനും ശേഷം ധനവിനിയോഗ ബിൽ, അതായത് ധനവിനിയോഗ ബില്ലിനാണ് നമ്മൾ അപ്രോപ്രിയേഷൻ ബില്ല് എന്ന് പറയുന്നത്, അത് അവതരിപ്പിക്കുകയും ചർച്ച ചെയ്യുകയും പാസ്സാക്കുകയും, അങ്ങനെ പാസ്സാക്കി കഴിയുമ്പോൾ ബില്ല് എന്തായി മാറുന്നു? ബില്ല് ആക്ട് ആയി മാറുകയും ചെയ്യുന്നു. അപ്പോൾ അപ്രോപ്രിയേഷൻ ആക്ട് ആണ് ഇപ്പോൾ ആയത്. ബില്ല് പാസ്സായി കഴിഞ്ഞാൽ അതിനെ അപ്രോപ്രിയേഷൻ ആക്ട് എന്ന് പറയാം. അപ്പോൾ അപ്രോപ്രിയേഷൻ ആക്ട് എന്ന് പറഞ്ഞാൽ സംസ്ഥാനത്തിന്റെ കൺസോളിഡേറ്റഡ് ഫണ്ടിൽ നിന്നും പണം പിൻവലിക്കുന്നതിനുള്ള നിയമപരമായ അധികാരമാണ് അപ്രോപ്രിയേഷൻ ആക്ട് എന്ന് പറയുന്നത്. ഒരു സംസ്ഥാനത്തിന്റെ കൺസോളിഡേറ്റഡ് ഫണ്ടിൽ നിന്നും പണം പിൻവലിക്കുന്നതിനുള്ള നിയമപരമായ അധികാരമാണ് എന്ത്? അപ്രോപ്രിയേഷൻ ആക്ട് എന്ന് പറയുന്നത്. അതാണ് നമ്മൾ ഇതിൽ രണ്ടാമത്തെ ഘട്ടത്തിൽ
ഇനി ബജറ്റ് അവതരണം കഴിഞ്ഞ അടുത്ത ഘട്ടം എന്ന് പറയുന്നത് ബജറ്റ് നിർവഹണമാണ്. ബജറ്റ് നിർവഹണത്തിൽ എന്തൊക്കെയാന്ന് വെച്ചാൽ നമ്മൾ ബജറ്റ് പാസ്സാക്കി കഴിഞ്ഞു, അത് അപ്രോപ്രിയേഷൻ ആക്ട് ആയി മാറിക്കഴിഞ്ഞു. ഈ അപ്രോപ്രിയേഷൻ ആക്ട് ഗവൺമെന്റ് ഗസറ്റിൽ പ്രസിദ്ധീകരിക്കുകയും ചെയ്താൽ ഉടൻ തന്നെ ഈ ആക്ടിന്റെ ഗസറ്റ് പ്രസിദ്ധീകരണം പണം വിനിയോഗിക്കാനും ചെലവുകൾ നടത്തുവാനും ഉള്ള അധികാരം ഉണ്ടെന്ന് കാണിച്ച് ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റിലെ ബജറ്റ് വിഭാഗം എല്ലാ വകുപ്പുകൾക്കും ബന്ധപ്പെട്ടവർക്കും സർക്കുലർ അയക്കും. അതോടെ ബജറ്റ് നിർവഹിക്കാൻ ഉള്ള അവസ്ഥ കൈവരികയാണ്. പിന്നെ അത് കഴിഞ്ഞാൽ വരുന്നത് ബജറ്റ് വിഹിതം. ഓരോ വകുപ്പിനും ഉണ്ടാവുമല്ലോ ബജറ്റ് വിഹിതം. ആ ബജറ്റ് വിഹിതം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യലാണ്, അതായത് വിതരണത്തിന്റെ ഘട്ടമാണ്. അപ്പോൾ പ്രത്യേക കൺട്രോളിംഗ് ഓഫീസർ അവർക്ക് താഴേക്കുള്ള ബജറ്റ് വിഹിതം വിതരണം ചെയ്യുകയാണ്. ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇങ്ങനെ ബഡ്ജറ്റിലൊക്കെ തുക ഉൾക്കൊള്ളിച്ചു. ഏതൊരു സർവീസിനും ഒരു കാരണവശാലും ചെലവ് ബജറ്റിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ള എമൗണ്ടിൽ നിന്നും അധികരിക്കുന്നില്ല എന്ന് വകുപ്പ് അധ്യക്ഷന്മാർ ഉറപ്പുവരുത്തേണ്ടതാണ്. അതാ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ഇനി നമുക്ക് പറയാനുള്ളത്, ഇപ്പോൾ ബജറ്റ് നമ്മൾ അതിൻ്റെ ആദ്യത്തെ ഘട്ടം കഴിഞ്ഞു, ബജറ്റ് തയ്യാറാക്കൽ നടത്തി. അത് ജൂലൈ മാസം തുടങ്ങിയതാണ്. അതിനുശേഷം ബജറ്റ് പാസ്സാക്കി, ആക്റ്റാക്കി, അപ്രോപ്രിയേഷൻ ആക്റ്റാക്കി. അതിൻ്റെ ബഡ്ജറ്റ് നിർവഹണം എന്ന് പറയുന്നത് അടുത്ത ഘട്ടമാണ്. അതാണ് എക്സിക്യൂഷൻ ഓഫ് ദി ബജറ്റ്. അത് നമ്മളിപ്പോൾ പറഞ്ഞു. അതിനും ശേഷം വരുന്നതാണ് ബജറ്റ് പുനരവലോകനം. അതായത് ഒരു സാമ്പത്തിക വർഷത്തെ ബജറ്റ് അവതരണത്തിന് ശേഷം അതിൽ പ്രഖ്യാപിച്ച പദ്ധതികൾ, വരുമാന ചെലവുകൾ, നികുതി മാറ്റങ്ങൾ എന്നിവയെക്കുറിച്ചിട്ടുള്ള സമഗ്രമായ പരിശോധനയാണ് ശരിക്കും ഈ റിവ്യൂ ഓഫ് ദ ബഡ്ജറ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു സർക്കാർ ബഡ്ജറ്റ് അവതരിപ്പിച്ചു കഴിഞ്ഞാൽ അതിലെ പ്രഖ്യാപനങ്ങൾ സമ്പദ് വ്യവസ്ഥയെ എങ്ങനെ ബാധിക്കുമെന്ന് വിദഗ്ധരും സാമ്പത്തിക ശാസ്ത്രജ്ഞരും പൊതുജനങ്ങളും ചേർന്ന് നടത്തുന്ന വിശകലനമാണ് ശരിക്കും ഈ ബജറ്റ് അവലോകനം എന്ന് പറയുന്നത്. ഇതിൽ പറയുന്ന കാര്യങ്ങൾ, ബജറ്റിൽ പ്രഖ്യാപിച്ച സാമ്പത്തിക വളർച്ചാ നിരക്ക്, പണപ്പെരുപ്പം നിയന്ത്രിക്കാൻ തുടങ്ങിയ ലക്ഷ്യങ്ങൾ, അതൊക്കെ കൈവരിച്ചിട്ടുണ്ടോ? പണപ്പെരുപ്പം നിയന്ത്രിക്കാൻ ചില ലക്ഷ്യങ്ങൾ ഉണ്ടാവും, അതൊക്കെ കൈവരിച്ചാൻ സാധിക്കുമോ? നികുതി പരിഷ്കാരങ്ങൾ സാധാരണക്കാരനെയും വ്യവസായങ്ങളെയും എങ്ങനെ ബാധിക്കും? ഇതൊക്കെ റിവ്യൂ ചെയ്യും. സർക്കാർ പ്രതീക്ഷിച്ച വരുമാനം യഥാർത്ഥത്തിൽ ഉള്ളതാണോ? ആ പ്രതീക്ഷിച്ച അത്ര കിട്ടിയോ? പിന്നെ വിദ്യാഭ്യാസം, ആരോഗ്യം, അടിസ്ഥാന സൗകര്യങ്ങൾ, തൊഴിൽ തുടങ്ങിയ മേഖലകൾക്ക് നൽകിയ വിഹിതം എത്രത്തോളമാണ്? സർക്കാരിൻ്റെ വരവും ചെലവും തമ്മിലുള്ള അന്തരം എത്രയാണ്? അതിനാണ് നമ്മൾ ഫിസ്ക്കൽ ഡെഫിസിറ്റ് എന്ന് പറയുന്നത്. സർക്കാരിൻ്റെ വരവും ചെലവും തമ്മിലുള്ള അന്തരത്തിനാണ് നമ്മൾ ധനക്കമ്മി എന്ന് പറയുന്നത്. അതാ ഫിസ്ക്കൽ ഡെഫിസിറ്റ് എന്ന് പറയുന്നത്. കടമെടുപ്പ് പരിധി എത്രത്തോളമാണ്? ഇതെല്ലാം റിവ്യൂ ചെയ്യും. അപ്പോൾ ബജറ്റ് അവതരണത്തിന് പിന്നെ അവലോകനമാണ് നമ്മൾ ഈ പറഞ്ഞത്. അവലോകനത്തിന്റെ പ്രധാന ഘട്ടം എന്ന് പറഞ്ഞാൽ അടിസ്ഥാന വിവര ശേഖരണമാണ്. അതായത് ബജറ്റ് പുസ്തകത്തിലെ കണക്കുകൾ പരിശോധിക്കുകയും മുൻ വർഷങ്ങളുമായിട്ട് താരതമ്യം ചെയ്യുകയും ചെയ്യുകയാണ്. അടുത്തത് പിന്നെ കാർഷികം, വ്യവസായം, IT, സാമൂഹ്യക്ഷേമം തുടങ്ങിയ അങ്ങനെ ഓരോ മേഖലയ്ക്കും എത്ര തുക അനുവദിച്ചു എന്ന് പരിശോധിക്കുന്നു. ഇനി ഈ പ്രഖ്യാപനങ്ങൾ കൊണ്ട് സാധാരണക്കാരന്, അതായത് ലഭിക്കുന്ന ആനുകൂല്യങ്ങളും വിപണിയിലുള്ള മാറ്റങ്ങളും പഠിക്കും. ഇനി ബജറ്റിലെ പോരായ്മകൾ, നടപ്പിലാക്കാൻ പ്രയാസമുള്ള കാര്യങ്ങൾ എന്നിവ അതിൽ പരിശോധിക്കും. സാധാരണക്കാർക്ക് തങ്ങളുടെ ദൈനംദിന ജീവിതത്തെ ബാധിക്കുന്ന വിലക്കയറ്റം, നികുതി ഭാഗം, ക്ഷേമ പദ്ധതികൾ എന്നിവ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഈ അനാലിസിസ് സഹായിക്കും. പിന്നെ നയരൂപീകരണത്തിന് ഭാവിയിൽ വരുത്തേണ്ട തിരുത്തലുകളെക്കുറിച്ച് ചിന്തിക്കാനും ഈ ബഡ്ജറ്റിന്റെ ഒരു റിവ്യൂ നമ്മളെ സഹായിക്കും. ഇത്തരത്തിലൊരു റിവ്യൂ ആണ് ഈ ബഡ്ജറ്ററി സൈക്കിളിന്റെ അടുത്ത ഘട്ടം എന്ന് പറയുന്നത്. ഇനി
ഇനി അടുത്തത് ബജറ്റിൻ്റെയും അക്കൗണ്ടിൻ്റെയും ഘടനയാണ്. ബജറ്റിൻ്റെയും അക്കൗണ്ടിൻ്റെയും ഘടന. അപ്പം നമുക്കറിയാം, മുഖ്യ അക്കൗണ്ട് വിഭാഗങ്ങൾ എന്ന് പറയുന്നത്, അതായത് മെയിൻ ഡിവിഷൻസ് ഓഫ് അക്കൗണ്ട്സ് എന്ന് പറയുന്നത് കൺസോളിഡേറ്റഡ് ഫണ്ട്, കണ്ടിൻജൻസി ഫണ്ട്, പബ്ലിക് അക്കൗണ്ട്. ഈ 3 ഭാഗങ്ങളായിട്ടാണ് ശരിക്കും ഗവൺമെന്റ് ഫണ്ടുകൾ ഗവൺമെന്റ് അക്കൗണ്ടുകൾ സൂക്ഷിക്കപ്പെടുന്നത്. കൺസോളിഡേറ്റഡ് ഫണ്ട്, കണ്ടിൻജൻസി ഫണ്ട്, പബ്ലിക് അക്കൗണ്ട്. ഇനി കൺസോളിഡേറ്റഡ് ഫണ്ടിന് 2 മുഖ്യ ഡിവിഷനുകൾ ഉണ്ട്. അത് ഒന്ന് റവന്യൂ, അതിൽ ക്യാപിറ്റല്, പബ്ലിക് ഡെറ്റ്, ലോണ് മുതലായവ. റവന്യൂ നികുതി പിരിവിൽ നിന്നും നികുതിയുടെ ഇനത്തിൽപ്പെടുന്ന ഇതര ഇനങ്ങളിൽ നിന്നുള്ള വരുമാനവും അതിൽ നിന്ന് നടത്തുന്ന ചെലവും സംബന്ധിച്ചിട്ടുള്ളതാണ് ഈ റവന്യൂ എന്ന റവന്യൂ എന്ന മേജർ ഹെഡിൽ വരുന്നത്. ഇതനുസരിച്ച് ഇതിനെ 2 ഉപവിഭാഗങ്ങളായി തിരിച്ചിട്ടുണ്ട്. റവന്യൂ റെസീറ്റ് ഹെഡ്സ് എന്നും എക്സ്പെൻഡിച്ചർ ഹെഡ് എന്നും. അതായത് വരവിന്റെ ഹെഡും ചെലവിന്റെ ഹെഡുമാണ് ഇത് ഉദ്ദേശിക്കുന്നത്. റവന്യൂ, റെസീറ്റ്സ് ആൻഡ് എക്സ്പെൻഡിച്ചർ ഹെഡ്സ്. അതിനെ രണ്ടാമത്തെ ഇതിൽ പറയുന്നത് കണ്ടിൻജൻസി ഫണ്ടുമായി ബന്ധപ്പെട്ട ഇടപാടുകളാണ് അക്കൗണ്ട്സിന്റെ പാർട്ട് 2 രേഖപ്പെടുത്തുന്നത്. അക്കൗണ്ട്സിന്റെ പാർട്ട് 3 പബ്ലിക് അക്കൗണ്ടാണ്. അതായത് വായ്പ, ഡിപ്പോസിറ്റ്, അഡ്വാൻസ്, റെമിറ്റൻസ്, സസ്പെൻസ്, ഇത്തരം കാര്യങ്ങളിലുള്ള ഇടപാടുകൾ രേഖപ്പെടുത്താനുള്ളതാണ് ഈ പബ്ലിക് അക്കൗണ്ട്സ് എന്ന് പറയുന്നത്. അപ്പം ഇത്തരത്തില് കൺസോളിഡേറ്റഡ് ഫണ്ടെന്നും കണ്ടിൻജൻസി ഫണ്ടെന്നും പബ്ലിക് അക്കൗണ്ട് എന്നും 3 അക്കൗണ്ട് വിഭാഗങ്ങളിലായിട്ടാണ് ഈ ഗവൺമെന്റ് അക്കൗണ്ടുകൾ സൂക്ഷിക്കുന്നത്. ഇനി അടുത്തത് നമുക്ക് പറയാനുള്ളത് 5 ടയർ സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ ഓഫ് ട്രാൻസാക്ഷൻസ്. അതായത് ഇടപാടുകളുടെ ഇനം തിരിക്കുന്നതിനുള്ള ഒരു 5 ടയർ സംവിധാനമുണ്ട്. ആ സംവിധാനത്തെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ആ സംവിധാനത്തിൽ 5 ടയർ സംവിധാനമാണ്. അതായത് ട്രാൻസാക്ഷൻസ്, സർക്കാർ അക്കൗണ്ടുകളിലെ ഇടപാടുകളെ അവയുടെ സ്വഭാവമനുസരിച്ച് വർഗീകരിക്കുന്ന രീതിയാണ് 5 ടയർ സിസ്റ്റം എന്ന് പറയുന്നത്. 1974 ഏപ്രിൽ 1 മുതൽ ഇന്ത്യയിൽ നിലവിൽ വന്ന ഈ രീതി ശരിക്കും സർക്കാർ പ്രവർത്തനങ്ങളെ വ്യക്തവും സുതാര്യവുമാക്കുന്നതിനും ബജറ്റ് തയ്യാറാക്കലും കണക്കെടുപ്പും തമ്മിൽ കൃത്യമായ പൊരുത്തം വരുത്തുന്നതിനും സഹായിക്കുന്നു. ഇപ്പൊ ഞാനിത് ശരിക്കും ഈ 5 ടയർ സിസ്റ്റം 5 തലങ്ങൾ, 5 ടയർ സിസ്റ്റംസ് അതിൻ്റെ ഘട്ടങ്ങൾ ഞാനൊന്ന് പറയാം. അതിൽ ആദ്യത്തേത് സെക്ടറാണ്. സെക്ടർ. ഈ സെക്ടറിൽ ഇത് കാറ്റഗറൈസ് ചെയ്യുന്നതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്, അതായത് വർഗീകരിക്കുക. ഇപ്പൊ ഈ സെക്ടർ എന്ന് പറയുന്നത് വലിയ വർഗീകരണമാണ്. ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങളെ വിശാലമായ തരത്തിൽ തരംതിരിക്കുകയാണ് ശരിക്കും സെക്ടറിൽ ചെയ്യുന്നത്. സെക്ടർ എന്ന് പറയുന്നത് വലിയ ഒരു കാറ്റഗറൈസേഷൻ ആണ്. ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങളെ വിശാലമായ തലത്തിൽ, മൈന്യൂട്ട് തലത്തിലല്ല, വിശാലമായ തരത്തിൽ തരംതിരിക്കുന്നു. ഇപ്പം നമ്മൾ അതിനൊരു എക്സാമ്പിൾസ് പറഞ്ഞാൽ ജനറൽ സർവീസ്, സോഷ്യൽ സർവീസ്, എക്കണോമിക് സർവീസ്, ഇതൊക്കെയാണ് ആ വിശാലമായ അർത്ഥത്തിലുള്ള തരംതിരിവ്. അതിലാണ് നമ്മൾ സെക്ടറാണ് ഇപ്പോൾ പറഞ്ഞത്. ഇനി 5 ടയറിലെ രണ്ടാമത്തത് മേജർ ഹെഡ്. അതിന് ഫംഗ്ഷൻ എന്നുകൂടി പറയും. ഫംഗ്ഷൻ അല്ലെങ്കിൽ മേജർ ഹെഡ് എന്ന് പറയും. അപ്പൊ അത് ഒരു സെക്ടറിലെ പ്രവർത്തനങ്ങളെ അതിൻ്റെ അടിസ്ഥാനപരമായ ലക്ഷ്യങ്ങൾക്കനുസരിച്ച് തിരിക്കുകയാണ് ചെയ്യുന്നത്. ബജറ്റിൽ തുക അനുവദിക്കുന്നത് പ്രധാനമായും ഈ തലത്തിലാണ്. ഉദാഹരണത്തിന് വിദ്യാഭ്യാസം, ആരോഗ്യം, കൃഷി, ഇങ്ങനെ ബജറ്റിലെ ഓരോ മേജർ ഹെഡിലേക്കും
തുക അനുവദിക്കുന്നതാണ് ഈ മേജർ ഹെഡ് അഥവാ ഫംഗ്ഷൻ എന്ന് പറയുന്ന 5 ടയർ സിസ്റ്റത്തിലെ രണ്ടാമത്തെ തലം എന്ന് പറയുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഓരോ മേജർ ഹെഡിനും ഓരോ 4 അക്ക കോഡുകൾ കൊടുത്തിട്ടുണ്ട്. മേജർ ഹെഡുകൾക്ക് 4 അക്ക കോഡുകൾ കൊടുത്തിട്ടുണ്ട്. അത് ഈ അറബിക് അക്കങ്ങളിലുള്ള ഈ കോഡ് നമ്പർ തിരിച്ചറിയലിന് വേണ്ടിയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അങ്ങനെ റവന്യൂ റെസീപ്റ്റ് സെക്ഷന് 0020 മുതൽ 1999 വരെയും റവന്യൂ എക്സ്പെൻഡിച്ചർ സെക്ഷന് 2011 മുതൽ 3999 വരെയും കൊടുത്തിരിക്കുന്നു. ശ്രദ്ധിക്കുക, റവന്യൂ റെസീറ്റ് ആണ്. നമ്മൾ 2 വിഭാഗങ്ങൾ നേരത്തെ പറഞ്ഞായിരുന്നു, റവന്യൂ റെസീറ്റ് എന്നും റവന്യൂ എക്സ്പെൻഡിച്ചർ എന്നും. അപ്പൊ റവന്യൂ എന്ന ഹെഡിൽ വരുന്ന സംഭവമാണ് റവന്യൂ റെസീറ്റ്സും റവന്യൂ ഹെഡും, എക്സ്പെൻഡിച്ചറും. അപ്പോൾ റവന്യൂ റെസീറ്റ്സിന് ഈ തിരിച്ചറിയൽ നമ്പറാണ് ശരിക്കും. അത് അറബിക് അക്കങ്ങളിൽ കൊടുത്തിട്ടുള്ള നമ്പർ 4 അക്ക കോഡ് നമ്പർ കൊടുക്കുന്നു എന്ന് ഞാൻ പറഞ്ഞു. ആ റെസീറ്റിന് 0020 മുതൽ 1999 വരെയാണ് റവന്യൂ റെസീറ്റിന് കൊടുത്തിട്ടുള്ള കോഡ് നമ്പർ. എന്നാൽ റവന്യൂ എക്സ്പെൻഡിച്ചറിന് 2011 മുതൽ, അതായത് 2011 മുതൽ 3999 വരെയാണ് ഈ കോഡ് 4 അക്ക കോഡുകൾ കൊടുത്തിട്ടുള്ളത്. ഇനി ഒരേ ഒരു മേജർ ഹെഡായ ക്യാപിറ്റൽ റെസീറ്റ്, റവന്യൂ അല്ല കേട്ടോ, ക്യാപിറ്റൽ റെസീറ്റ്സിന് 4000 ആണ് കോഡ് നമ്പർ. നമ്മൾ ക്യാപിറ്റൽ അല്ല പറഞ്ഞത്, നമ്മൾ നേരത്തെ പറഞ്ഞ റവന്യൂ റെസീറ്റ്സിനാണ് എവിടെ പറഞ്ഞത് 0020 മുതൽ 1999 വരെ. റവന്യൂ എക്സ്പെൻഡിച്ചറിന് 2011 മുതൽ 3999 വരെ. ഇനി ഒരേ ഒരു മേജർ ഹെഡ് മാത്രമുള്ള ക്യാപിറ്റൽ റെസീറ്റ്സ്, അതാണ് കുറച്ചുകൂടി ഇമ്പോർട്ടൻ്റ് ആയിട്ട് എനിക്ക് തോന്നിയത്. ക്യാപിറ്റൽ റെസീറ്റ് എന്ന് പറയുന്ന മേജർ ഹെഡിന് 4000 ആണ് കോഡ് നമ്പർ. 4000. അത് ഒരേ ഒരു മേജർ ഹെഡ് മാത്രമാണ് ഈ ക്യാപിറ്റൽ റെസീറ്റിൽ ഉള്ളൂ. ഇനി അടുത്തത് ക്യാപിറ്റൽ, നമ്മൾ റവന്യൂ പറഞ്ഞു കഴിഞ്ഞു, റവന്യൂ റെസീറ്റ്സും റവന്യൂ എക്സ്പെൻഡിച്ചറും പറഞ്ഞു. ഇനി റവന്യൂ ക്യാപിറ്റൽ റെസീറ്റ് പറഞ്ഞു, 4000 എന്ന് പറയുന്ന കോഡ് മാത്രമാണ്. ഇനി ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആണ് അടുത്ത് പറയുന്നത്. ഈ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ സെക്ഷനിലെ കോഡ് നമ്പറുകൾ 4011 മുതൽ, അതായത് 4011 മുതൽ 5999 വരെയാണ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ സെക്ഷനിലെ കോഡുകൾ എന്ന് പറയുന്നത്. ഇനി പബ്ലിക് ഡെറ്റ്, പബ്ലിക് ഡെറ്റ്, ലോണ്, അഡ്വാൻസ് മുതലായവ 6001 മുതൽ 7999 വരെയാണ് അവരുടെ കോഡ്. ഇപ്പൊ കോഡ് നമ്മൾ 0020 മുതൽ ഏകദേശം ഒരു ധാരണ വെച്ചിരിക്കണം. അപ്പോൾ പല സെക്ഷനും 2000ന്റെ ഡിഫറൻസിലുള്ള കോഡ് നമ്പറുകൾ ഉണ്ട്. എന്നാൽ ഒരേ ഒരെണ്ണം ഉള്ളത് ക്യാപിറ്റൽ റെസീറ്റ്സിന് മാത്രമാണ്. അത് 4000 ആണ് അതിന്റെ കോഡ്. ഇപ്പൊ നമ്മൾ പറഞ്ഞത് പബ്ലിക് ഡെറ്റ്, ലോണ്, അഡ്വാൻസ് മുതലായവയുടെ കോഡാണ് 6001 മുതൽ 7999 വരെ. ഇനി കണ്ടിൻജൻസി ഫണ്ടിലും ഒറ്റ മേജർ ഹെഡ് മാത്രമേ ഉള്ളൂ. കണ്ടിൻജൻസി ഫണ്ടിലെ ഒറ്റ മേജർ ഹെഡ് എന്ന് പറയുന്നത് 8000 മാത്രമാണ്. 8000 കണ്ടിൻജൻസി ഫണ്ടിലെ ഒരേ ഒരു മേജർ ഹെഡാണ് 8000. ഇനി പബ്ലിക് അക്കൗണ്ടിലെ മേജർ ഹെഡ്സ് 8001 മുതൽ 8999 വരെ നമ്പറുകളിലാണ്. ഇനി ഇതാണ് കോഡ് നമ്പറുകൾ. അപ്പൊ 0020 തുടങ്ങിയിട്ട് നമ്മളിപ്പോൾ അവസാനിപ്പിച്ചത് 8999 അവസാനിപ്പിച്ചത്. അപ്പോൾ ഇതിൽ തന്നെ ഈ കോഡ് നമ്പറിലെ ആദ്യത്തെ അക്കം ഏത് സെക്ഷനിലേതാണ് എന്ന് സൂചിപ്പിക്കാനാണ്. അടുത്ത 2 അക്കങ്ങളും ഓരോ മേജർ ഹെഡിലെയും ഓരോ ചുമതലയെ സൂചിപ്പിക്കുന്നു. അതാണ് ഇതിനെ സംബന്ധിച്ച് പറയാനുള്ളത്. പിന്നെ ഓരോ മേജർ ഹെഡും മൈനർ ഹെഡുകളായിട്ട് വിഭജിച്ചിട്ടുണ്ട്. ഇത് ഗവൺമെന്റ് അക്കൗണ്ടുകളുടെ തരംതിരിവിന്റെ 3ാമത്തെ തലമാണ് ശരിക്കും. അതാണ് മൈനർ ഹെഡ്.
ഫൈവ് ടയറിലെ മൂന്നാമത്തെ തലം എന്ന് പറയുന്നത് മൈനർ ഹെഡാണ്, അല്ലെങ്കിൽ അതിന് മറ്റൊരു പേര് കൂടി ഉണ്ട്, പ്രോഗ്രാം എന്നുകൂടി പേരുണ്ട്. പ്രോഗ്രാം അഥവാ മൈനർ ഹെഡ്. അപ്പോൾ മേജർ ഹെഡിന് കീഴിലുള്ള പ്രവർത്തനങ്ങളെ നിർദ്ദിഷ്ട പ്രോഗ്രാമുകളായി തിരിക്കുന്നു. ഇത് ഓരോ വകുപ്പും നടപ്പിലാക്കുന്ന പദ്ധതികളെ വ്യക്തമാക്കുന്നു. ഇപ്പൊ മൈനർ ഹെഡുകൾ അല്ലെങ്കിൽ പ്രോഗ്രാം എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ മേജർ ഹെഡിന് കീഴിലുള്ള പ്രവർത്തനങ്ങളെ നിർദ്ദിഷ്ട പ്രോഗ്രാമുകളായി തിരിക്കുന്നു. അങ്ങനെയാവുമ്പോൾ ഇത് ഈ തിരിച്ചു കഴിഞ്ഞാൽ ഇത് ഓരോ വകുപ്പും നടപ്പിലാക്കുന്ന പ്രവൃത്തികളെയാണ് വ്യക്തമാക്കുന്നത്. എന്ത്? ഈ പ്രോഗ്രാം അഥവാ മൈനർ ഹെഡ്. ഇനി നാലാമത്തെ എന്താന്ന് വെച്ചാൽ സബ് ഹെഡാണ്. സബ് ഹെഡ് എന്ന് പറയുന്ന ഓരോ മൈനർ ഹെഡും വീണ്ടും വിഭജിക്കപ്പെട്ടിട്ടുണ്ട്. ഈ ഉപവിഭാഗങ്ങളെ പൊതുവായി സബ് ഹെഡ് എന്ന് പറയുന്നു. ഇത് ശരിക്കും ഗവൺമെന്റ് അക്കൗണ്ടിനും തിരിക്കലിന്റെ, ഗവൺമെന്റ് അക്കൗണ്ട് തരംതിരിക്കലിന്റെ, ഇനം തിരിക്കലിന്റെ അല്ലെ തരംതിരിക്കലിന്റെ നാലാമത്തെ തലമാണ്. അതായത് നേരത്തെ നമ്മൾ പ്രോഗ്രാം പറഞ്ഞു അഥവാ മൈനർ ഹെഡ് പറഞ്ഞു. അതിൻ്റെ ഈ പ്രോഗ്രാമിന് കീഴിലുള്ള പ്രത്യേക പദ്ധതികളെ അല്ലെങ്കിൽ പ്രവർത്തനങ്ങളെ ആണ് ഇത് സൂചിപ്പിക്കുന്നത്. ഓരോ പ്രോഗ്രാമും ഏതെല്ലാം സ്കീമുകളിലൂടെയാണ് കടന്നു പോകുന്നത് അല്ലെ നടപ്പിലാക്കുന്നത് എന്ന് വ്യക്തമാക്കുന്നതാണ് ശരിക്കും ഈ സബ് ഹെഡ് അഥവാ സ്കീം എന്ന് പറയുന്നത്. നാലാമത്തത് സബ് ഹെഡാണ്, അല്ലെങ്കിൽ അതിന് മറ്റൊരു പേരാണ് സ്കീം. ഇനി അഞ്ചാമത്തതാണ് ഒബ്ജക്റ്റ് ഹെഡ് അഥവാ ഡീറ്റെയിൽ ഹെഡ്. അപ്പൊ ഡീറ്റെയിൽ ഹെഡ് ഫൈവ് ടയറിലെ അഞ്ചാമത്തെ തരംതിരിവാണ്. ഒബ്ജക്റ്റ് ഹെഡ് എന്നുകൂടി അതിന് പേരുണ്ട്, അല്ലെ ഡീറ്റെയിൽഡ് ഹെഡ് എന്നും പറയും. ഇത് അഞ്ചാമത്തെയും അവസാനത്തെയും തലമാണ്. അതായത് ചെലവഴിക്കുന്ന തുക എന്തിനാണ് ഉപയോഗിക്കുന്നത് എന്ന് ഇത് കൃത്യമായി പറയുന്നു. അതാണ് ഈ ഡീറ്റെയിൽഡ് ഹെഡിന്റെ ഒരു പ്രത്യേകത. അഞ്ചാമത്തെ ഹെഡായ ഒബ്ജക്റ്റ് ഹെഡ് അഥവാ ഡീറ്റെയിൽഡ് ഹെഡ് എന്ന് പറയുന്നത് ചെലവഴിക്കുന്ന തുക എന്തിനാണ് ഉപയോഗിക്കുന്നത് എന്ന് കൃത്യമായി പറയും. ഇപ്പൊ ഒരു ഉദാഹരണം പറഞ്ഞാൽ ശമ്പളം, ട്രാവലിംഗ് എക്സ്പെൻസ് അഥവാ യാത്രപ്പടി, ഓഫീസ് എക്സ്പെൻസ്, വാടക. അപ്പോൾ ഇങ്ങനെയാണ്. ഇപ്പോൾ 5 തട്ടുകൾ ഞാൻ പറഞ്ഞു, 5 ടയർ സിസ്റ്റം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഓരോന്നും ഒരിക്കൽ കൂടി നമുക്ക് അതിൻ്റെ ഹെഡിങ് മാത്രം നമുക്ക് പറയാം. ഒന്നാമത്തത് സെക്ടറാണ്. ആ സെക്ടർ ഏറ്റവും വലിയൊരു ക്ലാസിഫിക്കേഷനാണ്. രണ്ടാമത് വരുന്നത് ഫംഗ്ഷനാണ് അഥവാ മേജർ ഹെഡ്. അത് തരംതിരിക്കലാണ്. പ്രധാനപ്പെട്ട വിദ്യാഭ്യാസം, ആരോഗ്യം, കൃഷി എന്നിവ പോലെയുള്ള പിന്നെ വകുപ്പുകൾക്ക് അതിൻ്റെ അടിസ്ഥാനപരമായ ലക്ഷ്യങ്ങൾക്കനുസരിച്ച് ബജറ്റിൽ തുക അനുവദിക്കും. ഈ മൂന്നാമത്തത് പ്രോഗ്രാം അഥവാ മൈനർ ഹെഡാണ്. മേജർ ഹെഡിന് കീഴിലുള്ള പ്രവർത്തനങ്ങളെ നിർദ്ദിഷ്ട പ്രോഗ്രാമുകളായി തിരിക്കുന്നതാണ് മൈനർ ഹെഡിൽ. ഇതിൽ ശരിക്കും ഓരോ വകുപ്പും നടപ്പിലാക്കുന്ന പദ്ധതികളെ വ്യക്തമാക്കുന്നുണ്ട്. അതിൽ നിന്ന് കഴിഞ്ഞിട്ട് ഈ പ്രോഗ്രാം അഥവാ മൈനർ ഹെഡിന് കീഴിലുള്ളതാണ് സ്കീം അഥവാ സബ് ഹെഡ്. അപ്പോൾ ഈ പദ്ധതികളെ പ്രത്യേക പദ്ധതികളെ, അതായത് പ്രോഗ്രാമിന് കീഴിലുള്ള പ്രത്യേക പദ്ധതികളെ അല്ലെ പ്രവർത്തനങ്ങളെ സൂചിപ്പിക്കാൻ വേണ്ടിയാണ് നമ്മൾ സ്കീം അഥവാ സബ് ഹെഡ് ഉപയോഗിക്കുന്നത്. ഓരോ പ്രോഗ്രാമും ഏതെല്ലാം സ്കീമുകളിലൂടെയാണ് നടപ്പിലാക്കുന്നത് എന്നാണ് ഇത് വ്യക്തമാക്കുന്നത്. ഇനി അവസാനത്തതാണ് നമ്മൾ പറഞ്ഞത് ഒബ്ജക്റ്റ് ഹെഡ് അഥവാ ഡീറ്റെയിൽഡ് ഹെഡ്. അതായത് ചെലവഴിക്കുന്ന തുക എന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് കൃത്യമായിട്ട് പറയും. അതാണ് ഇതിലെ അഞ്ചാമത്തെ ഘട്ടത്തിലുള്ള വ്യത്യാസം. അപ്പോൾ ഇത്തരത്തിൽ ഓരോ രൂപയും ഇപ്പം ഈ സംവിധാനം, ഞാനിപ്പോൾ ഈ 5 ടയർ സംവിധാനം പറഞ്ഞു. ആ സംവിധാനത്തിൻ്റെ പ്രയോജനങ്ങൾ എന്ന് പറയുന്നത് അതൊരു സുതാര്യത ഉറപ്പുവരുത്തുന്നതാണ്. അതായത് ഓരോ രൂപയും എവിടേക്കാണ്, എന്തിനാണ് ചെലവഴിക്കുന്നത് എന്ന് ഈ 5 ടയർ സംവിധാനത്തിലൂടെ നമുക്ക് നിരീക്ഷിക്കാൻ വേണ്ടി കഴിയും.
പിന്നെ ബജറ്റിൽ വകയിരുത്തിയ തുകയേക്കാൾ കൂടുതൽ ചെലവാകാതിരിക്കാൻ ഈ ഘടന സഹായിക്കും. മറ്റൊന്ന്, അക്കൗണ്ട് തലത്തിൽ, ജനറൽ തലത്തിൽ കണക്കുകൾ ഓഡിറ്റ് ചെയ്യുന്നതിനും ക്രമീകരിക്കുന്നതിനും ഈ ക്ലാസിഫിക്കേഷൻ അത്യന്താപേക്ഷിതമാണ്. ഇതാണ് നമ്മൾ ശരിക്കും ഈ 5 ടയർ സംവിധാനം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇതിൽ കുറച്ച് കുഞ്ഞു കുഞ്ഞു ചോദ്യങ്ങളുണ്ട്. ഈ ഒരു ഫസ്റ്റ് ചാപ്റ്ററിൽ ബഡ്ജറ്റിൻ്റെ ഒരു ഇതാണ് ഞാൻ പറഞ്ഞത്. ബഡ്ജറ്റിൻ്റെ എല്ലാ ഘട്ടങ്ങളും ഞാൻ പറഞ്ഞു. അക്കൗണ്ടിങ്ങിൻ്റെ 5 ടയർ സംവിധാനം പറഞ്ഞു. അതിൽ നമ്മൾ കുറേ ചോദ്യങ്ങൾ ചെയ്യുമ്പോൾ ഇത് കുറച്ചുകൂടി നമുക്ക് ക്ലിയർ ആവും. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഈ ഫസ്റ്റ് ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട സിമ്പിൾ ക്വസ്റ്റ്യൻസ് കുറേ എണ്ണം നമുക്ക് നോക്കാം. അപ്പോൾ ഞാൻ ഈ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കാം. ക്ലാസ് കേട്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.